ഇന്ന് നമുക്ക് ബ്രെഡ് തയ്യാറാക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സോഫ്റ്റ്നെസ്സോടുകൂടിയും അതിനേക്കാൾ രുചിയിലും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് ആദ്യം ഒരു 120 ml ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ എടുത്ത്, നമ്മുടെ പാലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ആദ്യം നമുക്ക് വയ്ക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എണ്ണയല്ല, ബട്ടറാണ് മുഴുവനായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ എണ്ണ ചേർക്കാത്തത്. കുറച്ച് ബട്ടർ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ഈ സമയം 2 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് അലിയാൻ വെച്ച ആ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ചിലപ്പോൾ ഈ പാല് മതിയായി എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പം വാമായിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാല് തന്നെ നമുക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ അല്പം കൂടെ പാല് ആവശ്യമാണ്. ഞാനിവിടെ 2 സ്പൂൺ പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 120 ml പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടിയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് കുഴച്ച് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം മതി. നമുക്കിത് ഒന്ന് നല്ലപോലെ അമർത്തി കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കരുത്, അല്പം ഒരിത് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ആദ്യം മിക്സ് ചെയ്തില്ല, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ബട്ടറും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവ് നല്ലപോലെ മയപ്പെടുത്തിയെടുക്കണം. ഇനി അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് നമുക്ക് നല്ലപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം. ഇതിലിപ്പം നമുക്കിങ്ങനെ ഒരു വലിവൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മൈദ മാവൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് കുഴച്ചെടുക്കുമ്പോൾ അത് സോഫ്റ്റായി വന്നോളും. നല്ല നീട്ടി വലിച്ച് കുഴച്ച് കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം കുഴയ്ക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് റെഡിയായോ എന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിച്ച് നോക്കുന്ന സമയത്ത് അതിങ്ങനെ നൈസായിട്ട് വളരെ തിൻ ലെയറായി വരണം. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതുപോലെ കീറി വരാൻ പാടില്ല. അപ്പോൾ മാവായിട്ടില്ല, നമുക്ക് വീണ്ടും കുഴയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഏകദേശം വീണ്ടും കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയി. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. വളരെ തിന്നായി വരുന്നുണ്ട്. വലിച്ചു നീട്ടുമ്പോൾ കീറി വരാനായിട്ട് പാടില്ല. ഇപ്പം നമ്മുടെ മാവ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് നമ്മൾ കുഴച്ച ബൗളിലേക്ക് തന്നെ അല്പം എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് നമ്മുടെ കയ്യിൽ കൂടെ ഒന്ന് എണ്ണയാക്കിയ ശേഷം ആ മാവൊന്ന് ടക്ക് ചെയ്ത് എടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് വായു കടക്കാതെ, എയർ കടക്കാതെ നമ്മളത് മൂടി വെക്കണം. അതിൻ്റെ മുകളിലൂടെ അല്പം എണ്ണ തന്നെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് ഉപയോഗിച്ചാണ് മൂടുന്നത്. നമുക്ക് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് മൂടിയാലും മതി. നല്ല ടൈറ്റായിട്ട് അത് വയ്ക്കാം. ഇനി അത് ഡബിൾ സൈസായി പൊങ്ങി വരുന്നത് വരെ വയ്ക്കാം.
അത് ഈസ്റ്റിൻ്റെ ഇതനുസരിച്ചും അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ ഇതനുസരിച്ചൊക്കെ പൊങ്ങി വരുന്ന ടൈം കൂടും കുറയൊക്കെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് വയ്ക്കാം, ബ്രെഡ് വയ്ക്കാവുന്ന ആ ലോഫ് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് പുറത്തെടുത്ത് അതൊന്ന് ഷേപ്പ് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്കതൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം അത് നമുക്ക് നമ്മുടെ ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള നീളത്തിൽ അതൊന്ന് നല്ലപോലെ ഉരുട്ടി അതിൻ്റെ വക്കൊക്കെ ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വിട്ട് വരും. അതുകൊണ്ട് നല്ലപോലെ തട്ടി അമർത്തി പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് നല്ലപോലെ അതൊന്ന് എല്ലാ ഭാഗവും നല്ലതുപോലെ അതിൻ്റെ വക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കത് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ചെയ്യാവുന്ന ആ പാത്രത്തിലേക്ക് മാറ്റാം. അവിടെയും വക്കിലേക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. ഇത് ഡബിൾ സൈസായിട്ട് വരുന്നവരെ വീണ്ടും നമുക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഒരു മൂടി കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഉപയോഗിച്ച അതേ പേപ്പർ കൊണ്ട് തന്നെ, അതേ ക്ലിങ് പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് മൂടി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കവർ ചെയ്ത് നിൽക്കുന്ന ഏത് മൂടി കൊണ്ടും നമുക്കിത് മൂടി വയ്ക്കാം. ഒരു വെച്ചിട്ട് നല്ല തണുപ്പല്ലേ, ഇപ്പോൾ മഴയൊക്കെ ഇല്ല, അതുകൊണ്ടാവാം ഒരു 45 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് ഡബിൾ സൈസ് ആവാനായിട്ട്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ഞാനിവിടെ സ്റ്റൗവിൽ ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നിരത്തി കൊടുക്കാം. അത് നിരത്തി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് കൊടുത്താൽ മതി. ഇത് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലെ ആ പേപ്പർ മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള പാലോ അല്ലെങ്കിൽ എഗ്ഗ് ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എഗ്ഗാണ് ചെയ്ത് കൊടുക്കുന്നത്. വേണ്ടാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള പാല് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ വെറുതെ ഒരു ഭംഗിക്കായിട്ട് അല്പം വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന ഈ കടായിലേക്ക് മാറ്റാം. അത് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതായിട്ടുണ്ടാവണം, നമുക്ക് നോക്കാം. ഒരു കോലുപയോഗിച്ച് കൊടുത്ത് നോക്കിയാൽ ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ ബ്രെഡ് നല്ല പൊങ്ങി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് പുറത്തേക്ക് എടുത്തു മാറ്റാം. ഉടൻ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും. അല്പം ഒന്ന് ഇരുന്ന് അതൊന്ന് തണുക്കട്ടെ. അതൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ 4 വശവും ഒന്ന് ഒരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് അകത്തി കൊടുക്കാം. അപ്പോൾ നമുക്കത് വേഗം ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ബ്രെഡ് അടിഭാഗമൊന്നും കരിഞ്ഞില്ല, നല്ല കളറിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റായി നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ തണുത്തതിന് ശേഷം നമുക്കിത് പീസസാക്കി മാറ്റാം. നമ്മുടെ ബ്രെഡ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പീസസാക്കി മാറ്റാം.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ എത്രത്തോളം സോഫ്റ്റായിട്ട് നമ്മുടെ ബ്രെഡ് വന്നിട്ടുണ്ടെന്ന്. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്.